Good morning. Today's class is about gears and how to find the length of path of contact and the length of arc of contact. These are the standard proportions of the gear system. When addendum or this particular is addendum in 14.5 composite or full depth involute system, that addendum is equal to 1 module. In 20-degree depth involute system, the addendum must be equal to again 1 module. 20-degree stub involute system, that addendum is equal to 0.8 module. This is addendum, dedendum, working depth okay. This chart കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻസ്. സാധാരണ ഗിയർ സിസ്റ്റത്തിൽ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻസ് ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഒരു ഗിയേഴ്സിൻ്റെ കേസിൽ. ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കർവായിട്ടേ കാണിച്ചിട്ടുള്ളൂ. ഇതാണ് ഡിഡൻഡം സർക്കിൾ. ഡിഡൻഡം സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് സർക്കിളാണ്. ഡിഡൻഡമാണ് ഏറ്റവും കുറഞ്ഞ റേഡിയസിൽ വരുന്നത്. ഇപ്പോൾ ഡിഡൻഡം സർക്കിൾ. നെക്സ്റ്റ് വരുന്ന സർക്കിൾ എന്ന് പറയുന്നത് പിച്ച് സർക്കിളാണ്. പിച്ച് സർക്കിൾ മീൻസ് ഡിഡൻഡത്തിൻ്റെയും അഡൻഡത്തിൻ്റെയും ഇടയിലായിട്ട് വരുന്ന സർക്കിളാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി പാർട്ടൊക്കെ നമ്മൾ മുന്നേ നോക്കിക്കഴിഞ്ഞു. ഇവിടെ ഒരു സർക്കിൾ കൂടി ഇതിന് മുകളിലായിട്ട് ഇതിന് കോൺസെൻട്രിക് ആയിട്ട് വരും. ഇതിന് കോൺസെൻട്രിക് ആയിട്ട് വരുന്ന ഒരു സർക്കിൾ കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് അഡൻഡം സർക്കിൾ. ഇപ്പോൾ ഈ അഡൻഡം സർക്കിളിൽ നിന്ന് ഈ ഒരു ഡിഡൻഡം സർക്കിളിലേക്കുള്ള ഈ ഹൈറ്റാണ് ആക്ച്വലി, ഈ ഹൈറ്റാണ് ടൂത്ത് ഹൈറ്റ് എന്ന് പറയുന്നത്, ടൂത്തിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ ഒരു ഡിഡൻഡം മുതൽ ഈ പിച്ച് സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ഡിഡൻഡം എന്ന് പറയും. ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ അഡൻഡം എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ മോഡലിൽ അടുത്ത ഗിയറിലും വരും. ഈ ഗിയറിന് രണ്ടിനും ഈ ഡിഡൻഡം സർക്കിളിൽ വരയ്ക്കുന്ന കോമൺ ടാൻജൻറ്റ്, ആ കോമൺ ടാൻജൻ്റാണ് ഈ MN ആയിട്ട് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻറ്റർ ഡിസ്റ്റൻസ്, ഇതാണ് സെൻറ്റർ. ഈ ഒരു O1 ഈ O2യിലേക്കും പിന്നെ ഈ ഒരു ഡിഡൻഡം സർക്കിളിൽ നിന്ന് വരയ്ക്കുന്ന ലൈന്, അത് എന്ന് പറഞ്ഞാൽ റേഡിയൽ ലൈനാണ്. ആ റേഡിയൽ ലൈനിന് പെർപെൻഡിക്കുലർ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാൻജൻറ്റ് കിട്ടും. ആ ടാൻജൻ്റാണ് ഈ കാണിച്ചിരിക്കുന്ന MN എന്ന് പറയുന്നതാണ് ടാൻജൻറ്റ്. അപ്പോൾ ഈ ടാൻജൻ്റ് ആദ്യം പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ കണക്ട് ചെയ്യുക. ഈ സെൻറ്റർ ടു സെൻറ്റർ കണക്ട് ചെയ്യുന്ന ലൈന് ഈ ഒരു പിച്ച് സർക്കിളും ഈ പിച്ച് സർക്കിളും മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് പിച്ച് പോയിൻ്റായിട്ട് എടുക്കേണ്ടത്, പിച്ച് പോയിൻ്റ് P. അപ്പോൾ P അത് MN തന്നെ റെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയിരുന്നു നമ്മൾ ഇതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ലോ ഓഫ് ഗിയറിങ്ങിൽ നമ്മൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഡിവൈഡ് ബൈ ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് സെൻറ്ററിൽ നിന്ന് ഈ പിച്ച് പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സർക്കിൾ കൂടി കോൺസെൻട്രിക് ആയിട്ട് ഇതിന് മുകളിൽ വരും, അത് അഡൻഡം സർക്കിൾ. അതേപോലെ ഇതിനും കോൺസെൻട്രിക് ആയിട്ട് ഒരു സർക്കിൾ കൂടി വരും, അത് അഡൻഡം സർക്കിൾ. അപ്പോൾ ആ അഡൻഡം സർക്കിളും കൂടി നമ്മൾ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ വരച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് അതിൻ്റെ ഡെറിവേഷനാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലൂ കളറിൽ കൊടുത്ത ഫസ്റ്റ് ഡിഡൻഡം സർക്കിള്, ദെൻ ഈ ബ്ലൂ കളർ അഡൻഡം സർക്കിള്, ഈ ഒരു ചെയിൻ ലൈനിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ചെയിൻ ലൈനായിട്ട് കൊടുത്ത ഈ ഒരു ഇതാണ് പിച്ച് സർക്കിള്. ഈ പോയിൻ്റ് പിച്ച് പോയിൻ്റ് P എന്ന് പറയുന്നത് പിച്ച് പോയിൻ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ MN എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ബേസ് സർക്കിള് പിനിയൻ്റെ ബേസ് സർക്കിളിനും ഈ വീലിൻ്റെ ബേസ് സർക്കിളിനും ടാൻജൻ്റായിട്ട് വരയ്ക്കുകയാണ്. ടാൻജൻ്റായിട്ട് വരച്ച ലൈനാണ് ഈ MN എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ അത് ടാൻജൻ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ O1N മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു MN. O2N must be perpendicular to MN. Similarly, O1M must be perpendicular to MN. ആ ഒരു കൺസെപ്റ്റ് കിട്ടും. പിന്നെ വരുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വീലിൻ്റെ അഡൻഡം സർക്കിള്, ഈ ഒരു പിനിയൻ്റെ
ഡിഡൻഡം സർക്കിളിനെ ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ് ഇവിടെ കാണിച്ച ഈ ഒരു കെ എന്ന് പറയുന്ന പോയിൻ്റ്. ഇതാണ് കെ എന്ന് പറയുന്ന പോയിൻ്റ്. കെ എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് വീലിൻ്റെ അഡൻഡം സർക്കിള് പിനിയൻ്റെ ഡിഡൻഡം സർക്കിളിനെ ക്രോസ് ചെയ്യുന്ന പോയിൻ്റ് കെ. അതേ മോഡൽ ഇവിടെ എൽ എന്ന് പറയുന്നത് ഈ പിനിയൻ്റെ അഡൻഡം സർക്കിള് വീലിൻ്റെ ഡിഡൻഡം സർക്കിളിനെ ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ് എൽ. അപ്പോൾ നമുക്കറിയാം ഈ അഡൻഡമാണ് ഫസ്റ്റ് മേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് അഡൻഡം മേറ്റ് ചെയ്ത് അത് ആ ഡിസ്റ്റൻസ് മുതൽ ആ ഒരു കെ എന്ന് പറയുന്ന പോയിൻ്റ് മുതൽ പിന്നീട് അതിൻ്റെ ടച്ച് കുറഞ്ഞ് ഫൈനലി ഈ ഒരു ഡിഡൻഡം സർക്കിൾ ഇതിൻ്റെ ഈ പിനിയൻ്റെ അഡൻഡം സർക്കിളുമായിട്ട് വീലിൻ്റെ ഡിഡൻഡം സർക്കിൾ മേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് വരെയാണ് കോണ്ടാക്റ്റ് വരുന്നത്. ഈ രണ്ട് ഗിയേഴ്സും തമ്മിലുള്ള കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ ആക്ച്വലി ആ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി കെ ടു എൽ എന്ന് പറഞ്ഞുള്ള ഡിസ്റ്റൻസ് ആണ്. കെ ടു എൽ ആണ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ്. കെ എൽ ഇസ് ദ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ ആ കെ എൽ മസ്റ്റ് ബി ഈക്വൽ ടു കെ പി പ്ലസ് പി എൽ. ഇപ്പോൾ കെ പി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് അപ്രോച്ച് എന്ന് പറയും. പി എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് റസസ്. ഇത് രണ്ടിൻ്റെയും സമ്മാണ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് ഈസ് ദ ലെങ്ത് ഓഫ് കോമൺ നോർമൽ കട്ട് ഓഫ് ബൈ ദി അഡൻഡം സർക്കിൾസ് ഓഫ് ദ വീൽ ആൻഡ് ദ പിനിയൻ. Thus the length of path of contact KL, which is sum of parts of the path of contacts KP and PL. The part of the path of contact KP is known as path of approach, and the part of path of the contact PL is known as path of russes. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു പോയിൻ്റാണ് കെ മുതൽ ഈ ഒരു എൽ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. കെ എൽ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ്. അതിൽ തന്നെ കെ പി എന്ന് പറയുന്നത് ഈ ഒരു പി എന്ന് പറയുന്ന പോയിൻ്റ് കെ പി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് അപ്രോച്ച്. പി എൽ മീൻസ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് റസസ്. നിങ്ങൾ വരക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഈ പിച്ച് സർക്കിൾ രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് പി ആയിട്ട് കിട്ടും. അത് ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ കിട്ടും. അത് പെർഫെക്റ്റായിട്ട് വരക്കുക. നമുക്ക് ഈ ഒരു ഫിഗറിലൊക്കെ ചെറിയ വേരിയേഷൻ ഇവിടെ കാണുന്നുണ്ട്. പ്രിൻറ്റിങ്ങിൽ വരുന്ന മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ചെറിയ വേരിയേഷനാണ്. നമ്മളത് വരക്കുമ്പോൾ പിന്നെ പെർഫെക്റ്റായിട്ട് ആ ഒരു ഈ സെൻറ്റർ ടു സെൻറ്റർ ലൈന് കണക്ട് ചെയ്യുന്ന ലൈനും ഈ ടാൻജൻറ്റ് വരയ്ക്കുന്ന ലൈനും ക്രോസ് ചെയ്യുന്ന ഈ പോയിന്റിലൂടെ വേണം നമുക്ക് ഈ ഒരു പിച്ച് സർക്കിൾ പാസ് ചെയ്ത് പോകും. രണ്ടിൻ്റെയും പിച്ച് സർക്കിൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്ന പോയിൻ്റാണ് ആക്ച്വലി പിച്ച് പോയിൻറ്റ്. നെക്സ്റ്റ് ഡെറിവേഷൻ ഇവിടെ ശ്രദ്ധിക്കുക. ആർ എ ഇസ് ഈക്വൽ ടു O1L റേഡിയസ് ഓഫ് ദി അഡൻഡം സർക്കിൾ ഓഫ് ദി പിനിയൻ. സ്മോൾ ലെറ്റർ ആർ എ. ക്യാപിറ്റൽ ആർ എ മീൻസ് റേഡിയസ് ഓഫ് ദി അഡൻഡം സർക്കിൾ ഓഫ് ദി വീൽ. അത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. O2K ആണ് റേഡിയസ് ഓഫ് ദി അഡൻഡം സർക്കിൾ ഓഫ് ദി വീൽ. ഇനി O1L ഇതാ O1L എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ദി അഡൻഡം സർക്കിൾ ഓഫ് ദി പിനിയൻ. Small letter r radius of the pitch circle of the pinion. Similarly capital R is equal to radius of the pitch circle of the wheel. അത് നമുക്കറിയാം ഈ O1Pയും O2Pയും ആണ്. O1P and O2P അതാണ് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ. Next, from the figure we have that radius of the base circle of the pinion O1M is equal to O1P cos phi. O1P is equal to small letter r, that r into cos phi is equal to O1M. ശ്രദ്ധിച്ചോ, ഈ phi means phi is the angle between O1P and O1M. അപ്പോൾ നമുക്കിത് 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ഫ്രം ദി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ O1MP, this O1 is equal to O1P cos phi. O1P cos phi. Similarly, this angle is equal to this complete angle. ആ ഒരു ഈ ഒരു ലൈന് മുതൽ ഈ ഒരു സെൻറ്റർ ടു സെൻറ്റർ കണക്ട് ചെയ്യുന്ന ലൈനും ഈ ഒരു O1M ഇടയിലുള്ള ആംഗിളാണ് ആക്ച്വലി ഫൈ. അപ്പോൾ O1P cos phi ഈസ് ഈക്വൽ ടു R cos phi, സ്മോൾ ലെറ്റർ r cos phi.
and the radius of the base circle of the wheel O2n is equal to O2p cos phi. O2n is equal to O2n is equal to O2p ഇതാണ് O2p cos phi. ഈ ആംഗിളാണ് ഫൈ, പ്രഷർ ആംഗിൾ എന്ന് പറയുന്നത് ഫൈ. അപ്പോൾ O2p cos phi is equal to O2n. O2n is equal to O2p cos phi. That's equal to capital R cos phi. ഇനി ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ O2kn ശ്രദ്ധിക്കണം, O2kn ഇവിടെയാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉള്ളത്. O2kn this kn is equal to root of O2k whole square minus O2n whole square. That's equal to RA square minus R square cos square phi. അതേപോലെ പിന്നെ Pn is equal to O2p sin phi ആണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്തെടുക്കാം, സെയിം മോഡലാണ്. ഇപ്പോൾ കെ പി ഈസ് ഇക്വൽ ടു ഈ ഒരു ലെങ്ത്ത് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലെങ്ത് ഓഫ് പാർട്ട് ഓഫ് ദി പാത്ത് ഓഫ് കോണ്ടാക്ട് ഓർ ദി പാത്ത് ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് കെ പി ആണ്. കെ പി ഈസ് ഇക്വൽ ടു കെ എൻ മൈനസ് പി എൻ. ഇപ്പോൾ കെ എൻ ഇവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, മൈനസ് പി എൻ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് അപ്രോച്ച് കിട്ടും. അതേപോലെ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് റസസും കിട്ടും. റസസ് ഈസ് ഈക്വൽ ടു പി എൽ and that PL is equal to ML minus MP. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ഈസ് ഈക്വൽ ടു ഈ വലിയൊരു ഇക്വേഷൻ KL ഈസ് ഈക്വൽ ടു KP പ്ലസ് PL ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് RA സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് റൂട്ട് ഓഫ് സ്മോൾ ലെറ്റർ RA സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ. ഇനി രണ്ടിൻ്റെ റൂട്ടിന് പുറമെ മൈനസ് R പ്ലസ് ആർ സൈൻ ഫൈ. ഇതാണ് നമുക്ക് പാത്ത് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഡെറിവേഷൻ. ഇനി ആർക്ക് ഓഫ് കോണ്ടാക്ട്, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്. ദി ആർക്ക് ജി പി ഈസ് നോൺ ആസ് ആർക്ക് ഓഫ് അപ്രോച്ച്. ജി പി ഇവിടെ ഒരു ആർക്ക് വരും. ഈ ഒരു ആർക്കിനെയാണ് നമ്മൾ ആക്ച്വലി ഈ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് അസ്യൂം ചെയ്തു. ഇനി അത് നമ്മൾ ആർക്ക് ജി പി എച്ച് ആണ്. ജി പി എച്ചിൻ്റെ ആ ഒരു ആർക്കിനെയാണ് നമ്മൾ ഈ കേസിൽ, ഇനിയുള്ള കേസിൽ നമ്മൾ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ഇ പി എഫ് ആൻഡ് ജി പി എച്ച്. ഇവിടെ ഒന്ന് രണ്ട് പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. അവിടെ കെ എന്ന് പറയുന്നതും എൽ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻസിലുള്ള പോയിൻറ്റ്സാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള പോയിൻ്റാണ്. ഇനി വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് ദാറ്റ് ദി ആർക്ക് ഓഫ് കോണ്ടാക്ട് ഈസ് ദി പാത്ത് ട്രേസ്ഡ് ബൈ എ പോയിൻ്റ് ഓൺ ദി പിച്ച് സർക്കിൾ. ഇനി പിച്ച് സർക്കിളിലെ പോയിൻ്റാണ് കാണുന്നത്. അപ്പോൾ ഇത് ഈ ഒരു അഡൻഡം റേഡിയസിൽ തന്നെ നമുക്ക് ആ ഒരു പോയിൻ്റ്, ഈ പിച്ച് സർക്കിളിൻ്റെ പോയിൻ്റ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിച്ച് സർക്കിളിലെ പോയിൻ്റ് ജി ആയിട്ട് മാർക്ക് ചെയ്യുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിച്ച് സർക്കിളിലെ പോയിൻ്റ് എച്ച് ആയിട്ട് മാർക്ക് ചെയ്യുക. പിച്ച് സർക്കിളിലാണ് ഈ പി എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ ജി പി എച്ച് എന്ന് പറഞ്ഞാൽ ഈ പിച്ച് സർക്കിളിലാണ്. ശ്രദ്ധിക്കണം, ഇത് പിനിയനിലെ പിച്ച് സർക്കിളിലെ പോയിൻ്റാണ്. അതേ പോയിന്റിൽ ഇവിടെയും ഈ പിനിയനിലെ ഈ ഒരു പിച്ച് സർക്കിളിലെ പോയിന്റ് ജി ആയിട്ട് എടുക്കും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ജസ്റ്റ് ഇവിടുത്തെ ഇങ്ങോട്ട് ഈ എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദി ആർക്ക് ജി പി ആൻഡ് ആർക്ക് പി എച്ച്. ഈ ജി പി എന്ന് പറയുന്ന ആർക്കാണ് അപ്രോച്ച് വരുന്നത്. പി എച്ച് എന്ന് പറയുന്നത് ഈ ആർക്ക്, ഈ പിന്നെ പിച്ച് സർക്കിളിലെ ഈ ആർക്കാണ് ആക്ച്വലി ആർക്ക് ഓഫ് റസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അത് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് അപ്രോച്ച് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് കോസ് ഫൈ, ലെങ്ത് ഓഫ് പാത്ത് ഓഫ് അപ്രോച്ചിന് ഡിവൈഡഡ് ബൈ കോസ് ഫൈ. അതാണ് നമുക്ക് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇക്വേഷൻ വലിയ വിഷമമില്ല. അതേപോലെ ദ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് റസസ്, ആർക്ക് പി എച്ച് ആണ്, അത് പി എൽ ബൈ കോസ് ഫൈ. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ഡിവൈഡ് ബൈ കോസ് ഫൈ. ജസ്റ്റ് കോസ് ഫൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഫൈനലി ദ കോണ്ടാക്ട് റേഷ്യോ or the number of pairs of teeth in contact is defined as the ratio of the length of arc of contact to the circular pitch. So length of arc of contact divided by PC is known as contact ratio. That PC is equal to pi into module. Circular pitch is equal to pi into module. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ്
contact ratio or number of pairs of teeth in contact. Okay, then thank you all.